ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സിമ്പിൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു ദുപ്പട്ട മേക്ക് ചെയ്തെടുത്താലോ? ദിൽഷ പ്രസന്നൻ ഈ ഒരു വീഡിയോയിൽ വേറെ ചെയ്തിരിക്കുന്ന സാരിയിലും ബ്ലൗസിലും ചെയ്തിട്ടുള്ള സിമ്പിൾ ആൻഡ് എലഗൻറ്റ് വർക്ക് കണ്ടില്ലേ? ഇതാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഗൗണിലും അതുപോലെ തന്നെ ദുപ്പട്ടയിലുമാണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. കാണാൻ സിമ്പിളാണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല എലഗൻ ലുക്ക് തരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അതുപോലെ തന്നെ ചെയ്തെടുക്കാനും വളരെ ഈസിയാണ്. അപ്പം ഇതൊക്കെ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഫാബ്രിക് ചന്തേരി ഫാബ്രിക്കാണ്. ഇത് ഞാൻ 2.25 മീറ്ററാണ് ഈ ഒരു ദുപ്പട്ടയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് ഞാൻ സ്റ്റോൺ ചെയിൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും സീക്വൻസും എടുക്കുന്നുണ്ട്. ഇത് വന്നിട്ടുള്ളത് കുന്തൻ സ്റ്റോൺ ആണ്. അതുപോലെ തന്നെ ഗ്ലൂ വെച്ചിട്ടാണ് ഞാനിത് ഒട്ടിച്ചെടുക്കാനായിട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഞാൻ തുന്നിയെടുക്കുന്നുമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ഷോളിന് വേണ്ടിയിട്ട് 2.25 മീറ്റർ ഫാബ്രിക് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ 4 സൈഡും നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കണം. ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് 2.25 മീറ്ററാണ് ലെങ്ത്ത് വരുന്നത്. വിഡ്ത്തായിട്ട് 35 ഇഞ്ചസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ 4 സൈഡും ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോർമലി നമ്മളെങ്ങനെയാണ് കുറച്ച് വീതിയിലാണ് ഞാൻ 4 സൈഡും മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ 4 വശവും മടക്കി തയ്ച്ചതിന് ശേഷം നമുക്ക് ദുപ്പട്ടയിൽ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതുപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് താഴേന്ന് ഇതുപോലെ ഒരു 22 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ടോട്ടൽ ലെങ്ത്ത് നോക്കുക, നമ്മുടെ ദുപ്പട്ടയുടെ ടോട്ടൽ ലെങ്ത്ത് നോക്കിയിട്ട് അതിനെ ഇതുപോലെ 4ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ ഇതുപോലെ ഞാൻ ആ ഒരു 22 ഇഞ്ചസിൽ 4 ഭാഗത്തായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നൊരു ഏരിയ ഉണ്ടല്ലോ, അത് കാണാനായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി താഴേന്ന് ഇതാ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഗ്ലൂ എന്ന് പറയുന്നത് B7000ൻ്റെ ഗ്ലൂ ആണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ പാടോ ഒന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഭാഗം കിട്ടും, നീറ്റ്നെസ്സും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് തിക്നെസ്സിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ആ ഒരു ലൈന് നമ്മൾ ആ ഒരു വര വരച്ചില്ലേ, ഈ 22 ഇഞ്ചസിൻ്റെ അവിടെ ഒരു വര വരച്ചില്ലേ, അതുവരെ ഞാൻ ഈ ഒരു ഭാഗം ലൈനായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമ്മുടെ ഈ ഒരു സ്റ്റോൺ ലേസ് ഉണ്ടല്ലോ, അത് കറക്റ്റാക്കിയിട്ട് ആ സ്റ്റോൺ മുകളിലേക്ക് വരുന്ന രൂപത്തിൽ പിടിച്ചിട്ട് നമുക്ക് ആ ലൈനിലൂടെ ആ ഗ്ലൂ ഗമ്മിൻ്റെ അതിലൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കട്ടെ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് പകരമായിട്ട് നമുക്ക് കട്ട് ബീഡ്സൊക്കെ ആ ഒരു ഭാഗത്ത് തുന്നിയിട്ടെടുക്കുകയും ചെയ്യാം, അരി വർക്കായിട്ടോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ആ ഗ്ലൂ വെച്ച അത്രയും ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും ഭാഗമാണ് ഞാൻ ഒട്ടിച്ചെടുത്തത്. പിന്നെ ഞാൻ അവിടെ ഒരു മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു ലൈന് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു 1.5 ഇഞ്ച് വിട്ട ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ, ഒരു കുഞ്ഞു ഫ്ലവറും കൂടെ നമുക്ക് തുന്നിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല എഡ്ജിലൂടെ ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് നല്ല തുമ്പത്തേക്ക് ആക്കാത്തതിന് പകരം കുറച്ച് അങ്ങോട്ടൊരു ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാനൊരു ഭാഗം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഓരോ ലൈനും തമ്മിൽ 22 ഇഞ്ചസാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാൻ ഇതുപോലെ 4 ലൈനായിട്ടാണ് ഈ ഒരു ഭാഗം ഇതുപോലെ ഗ്ലൂ ചെയ്തെടുക്കുന്നത്. ഒരു ഭാഗത്താണ് കേട്ടോ 4 ലൈന് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു 4 ലൈനിൽ നമുക്ക് 3 ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാനുള്ള ഗ്യാപ്പാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ രണ്ടാമത് ഞാൻ മാർക്ക് ചെയ്ത അത്രയും ഭാഗം ഉണ്ടല്ലോ, അതുവരെയാണ് ഈ ഒരു ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ആ ലൈനിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിക്കുന്നതോട് കൂടി തന്നെ ഈ ഒരു സ്റ്റോൺ ലേസ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് തന്നെ അവിടെ
ഫിക്സായിട്ട് ഉണങ്ങി ഡ്രൈ ആയിട്ട് കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. പിരിഞ്ഞിട്ടൊക്കെ പോയാൽ അത് പെട്ടെന്ന് തന്നെ അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അത്ര ഈസിയാണ്. ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ അതാ സെക്കൻഡ് ലൈനും ഞാൻ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഗ്ലൂ വരുന്ന ഭാഗം വരെ ഒട്ടിച്ച് കൊടുത്തിട്ട് ബാക്കി വന്നിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഈ ഒരു സ്റ്റോൺ ലേസിൽ കട്ട് ചെയ്തിട്ട് മാറ്റാം. എന്നിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സെയിം പാറ്റേണിൽ ഞാൻ 4 ലൈനാണ് ഈ ഒരു സ്റ്റോൺ ലേസ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു 4 ലൈന് ഒരു ഭാഗത്താണ് വരുന്നത്. അതുപോലെ തന്നെ 2 ഭാഗത്തേക്കാവുമ്പോൾ 8 ലൈന് വരുന്നുണ്ട് കേട്ടോ. ഞാനിതാ ഇതുപോലെ എല്ലാ ഭാഗവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 4 ലൈനിൽ നമുക്ക് 3 ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാനുള്ള ഗ്യാപ്പാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഭാഗത്ത് 4 ലൈനും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതുപോലെ ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ തന്നെ ഈ ഒരു ഭാഗം ഉണങ്ങിയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എംബ്രോയ്ഡറി റിങ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭാഗം ഒന്ന് ടൈറ്റൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാനാണ് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചെറിയൊരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആരി വർക്കായിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ സീക്വൻസാണ് കേട്ടോ എടുക്കുന്നത്. രണ്ടും ഗോൾഡൻ കളറിലുള്ള വരുന്ന സീക്വൻസാണ്. ഈ ഒരു ഭാഗം സൂചി നൂല് ഉപയോഗിച്ച് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോൺ ചെയിൻ സ്റ്റിക്ക് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ ഒരു മിഡിൽ പോർഷനിൽ ഇതുപോലെ കുത്തിയെടുത്തിട്ട് 5 ഷുഗർ ബീഡ്സും പിന്നെ ഒരു സീക്വൻസും ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അതിന് ഈ ഒരു ഭാഗത്തേക്ക് ചെരിച്ചിട്ടൊന്ന് തുന്നിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ ഒരു ലോക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ആ ഒരു സീക്വൻസിൻ്റെ ഉള്ളിലൂടെ ഒന്നുകൂടെ ഒരു തുന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു ഭാഗം നല്ല ഫിക്സായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. മറ്റേത് നമ്മൾ അതിൻ്റെ മിഡിലിൽ ഒന്നും കൂടെ ഒക്കെ ലോക്കൊക്കെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സീക്വൻസ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ തുന്നും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ബീഡ്സ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒരു കുന്തൻ സ്റ്റോൺ ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നടുഭാഗത്തായിട്ട് വൈറ്റ് പേളും ചുറ്റിലും ഗോൾഡൻ റിങ് വരുന്ന ഒരു കുന്തൻ സ്റ്റോണാണ് കേട്ടോ. ഇത് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്കൊന്ന് ഗം ഉപയോഗിച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഗം ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാനേ ഉള്ളൂ, കാരണം അത് തുന്നിയെടുക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ 3 പാറ്റേണും കൂടെ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ 3 ഷേപ്പിൽ ചെയ്തെടുത്താൽ മതി. കുറച്ച് ഹൈറ്റിൽ ഇത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് 5 ബീഡ്സിന് പകരം നമുക്ക് 3 ബീഡ്സായിട്ടോ 4 ബീഡ്സായിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഭാഗം കിട്ടുന്നുണ്ടായിരുന്നു. ചെയ്യാനും വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഏതൊരു ബിഗിനേഴ്സിനും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. എംബ്രോയ്ഡറി വർക്ക് ചെയ്തെടുക്കാനൊക്കെ മടിയുള്ളവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. കാണാൻ നല്ല സിമ്പിളാണെങ്കിലും നമുക്കൊരു പാർട്ടി വെയർ ലുക്കൊക്കെ തരുന്ന ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെ നല്ല എലഗൻറ്റ് ലുക്കാണ് കേട്ടോ ഇതിന് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഓരോന്നിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തുന്നിയെടുക്കൊന്നും വേണ്ട കേട്ടോ. 5 ബീഡ്സ് ഒരുമിച്ചിട്ടിട്ട് പിന്നെ അതിലേക്ക് ഒരു സീക്വൻസും കൂടെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ആ ഒരു സീക്വൻസിലൂടെ ഒരു തുന്നും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല സ്ട്രൈറ്റിൽ അത് നിൽക്കും കേട്ടോ. അവിടെ അങ്ങനെ ലൂസായിട്ടോ ഒന്നും നിൽക്കില്ല, നല്ല വൃത്തിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ, അത് നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നോ ആ നീറ്റ്നെസ്സും കാര്യങ്ങളാണ് എല്ലാവരും നോക്കുക. അത് നമ്മൾ ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കും വേണം. നമ്മൾ ചെയ്തത് പിന്നെ അത് ലൂസായി പോവുകയോ ഇളകി പോവുകയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ ഞാൻ മറ്റേ സൈഡിലും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
ഒരു ഭാഗവും ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഭാഗം കിട്ടിയിട്ടുള്ളത്. സിമ്പിൾ ആൻഡ് എലഗൻ ലുക്കാണെങ്കിലും ഈ ഒരു ഡിസൈനിൻ്റെ ഭംഗി വേറെ ഒന്നും തന്നെയാണ് കേട്ടോ. ചെറിയൊരു ഫ്ലവർ മാത്രമാണ് ഇതിക്ക് ആഡ് ചെയ്ത് കൊടുത്തെങ്കിലും ഈ ഒരു ഫ്ലവർ നൽകുന്ന ഭംഗി അത്രത്തോളം മനോഹരമാണ് കേട്ടോ. സിമ്പിൾ വർക്കാണെങ്കിലും ഇത് നല്ല പാർട്ടി വെയർ ലുക്ക് തരുന്ന ഒരു ഡിസൈനും കൂടെയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ 4 സൈഡിലും ഇത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ എവിടേക്കാണോ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത് അവിടെയൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സിമ്പിൾ ആൻഡ് എലഗൻ പാർട്ടി വെയർ ലുക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു പാറ്റേൺ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.